കേട്ട കഥകളെല്ലാം വാങ്കടയിൽ കെട്ടുകഥയായി മാറുകയായിരുന്നു. ആർച്ചർക്കണികളെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് കടത്തി സഞ്ജുവിൻ്റെ മഹാസ്വീകരണം. വാങ്കടയിലെ അന്തരീക്ഷം അയാളുടെ ബാറ്റിംഗ് ചൂടിൽ ഇളകി മറിയുന്നുണ്ടായിരുന്നു. ജാക്സും ഓവർട്ടനും കറാനും റാഷിദും അതിൻ്റെ ചൂട് വല്ലാതെ അറിയുന്നുണ്ട്. ആർച്ചറിൻ്റെ രണ്ടാം ഓവറിൽ അയാളുടെ സ്ഥിരം ട്രാപ്പിനെ അതേ ബാക്ക് ഫുട്ടിന് ആകാശം താണ്ടിക്കുന്നുണ്ട് അയാൾ. കൂടെ ക്ലാസി ഡ്രൈവുകളും. വിൽ ജാക്സ് അഭിഷേകിനെ ഡീപ്പ് കവറിൽ പെടുത്തി പുറത്താക്കുമ്പോൾ അയാളുടെ ആഘോഷം അതിര് കടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഓവറുകൾ തങ്ങളുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞ് നീരസമുണ്ടായിരുന്നു ബ്രൂക്കിൻ്റെ മുഖത്ത്. അതിൻ്റെ കാരണം അയാളുടെ പ്രകടനങ്ങൾ തന്നെയായിരുന്നു. 29 ബോളിൽ അയാൾ അർദ്ധ സെഞ്ചുറി താണ്ടുന്നുണ്ട്. ശേഷം 42 ബോളിൽ 8 ഫോറും എണ്ണം പറഞ്ഞ 7 സിക്സുകളടക്കം 89. ഇഷാന്റെ 39ഉം ഡൂബിയുടെ ക്യാമിയോ അടക്കം 13 ഓവറിൽ ഇന്ത്യയുടെ സ്കോർ 160 എത്തിച്ചുകൊണ്ട് അയാൾ മടങ്ങുന്നുണ്ട്. അയാളുടെ മറ്റൊരു വീർപ്പ് കാണാൻ കൊതിച്ച സന്മൻസുകൾക്ക് മുന്നിൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി മറ്റൊരു നിറഞ്ഞിട്ടു. കഥ കഴിക്കാൻ കാത്തിരുന്ന ഇംഗ്ലണ്ടിൻ്റെ കഴുത്തറത്ത കഥ വാങ്കടയിൽ അത് ചരിത്രമാകുകയായിരുന്നു. അങ്ങ് ഗാലറിയിൽ രോഹിത് ശർമ്മയുടെ സെലിബ്രേഷൻ ഉണ്ട്. കൂടെ ധോണിയുടെ ചിരിയും. ഓരോ മലയാളിയുടെയും മനസ്സ് നിറച്ച നിമിഷമായിരുന്നത്. ബ്രൂക്കിനോടാണ്. നിങ്ങൾ പാഴാക്കിയ അവസരം നിങ്ങളെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒന്നായിരുന്നു. ഇന്ത്യൻ ആരാധകരുടെ നിശബ്ദ കാണാൻ ആഗ്രഹിച്ച നിങ്ങളുടെ ഹൃദയം തകർക്കാൻ പോകുന്ന ഒന്ന്. വിമർശിക്കാൻ കാത്തിരുന്നവരോട് അയാൾക്ക് ഇന്ത്യയുടെ കഥ മാറ്റാനും ചരിത്രം സൃഷ്ടിക്കാനും അറിയാം. ഓർക്കുക, സഞ്ജു സാംസൺ അയാൾ നിങ്ങളുടെ വിധി മാറ്റാൻ വന്നവനാണ്. ഇന്ത്യയുടെ തലവരെയും. Sanju Samson has been mistiming it for sixes here tonight.